വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സത്യാഗ്രഹ ക്യാമ്പിലെത്തിയ ദേശീയ നേതാവ് ആര്? മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, അംബേദ്കർ, ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി ആയിരുന്നു. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? 1805, 1807, 1809, 1806. ഏത് വർഷമാണ് കുണ്ടറ വിളംബരം നടന്നത്? 1809 പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശം? കാസർഗോഡ്, കണ്ണൂര്, വയനാട്, ഇടുക്കി. പഴശ്ശി വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രദേശമായിരുന്നു വയനാട്. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? രാജാ രവിവർമ്മ, വലിയ കോയി തമ്പുരാൻ, വേലുത്തമ്പി ദളവ, ശ്രീ ചിത്തിര തിരുനാൾ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവയായിരുന്നു. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നടന്ന പ്രധാന സ്ഥലം? മുയിപ്ര, തഞ്ചാവൂർ, പയ്യന്നൂർ, വടകര. ഉപ്പു സത്യാഗ്രഹം കേരളത്തിൽ നടന്ന പ്രധാന സ്ഥലമായിരുന്നു പയ്യന്നൂർ. വാഗൺ ട്രാജഡി ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം? 66, 64, 67, 65. വാഗൺ ട്രാജഡി ദുരന്തത്തിൽ എത്ര പേരാണ് മരിച്ചത്? 67 ആളുകൾ. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം? കൊടുങ്ങല്ലൂര്, വഞ്ചിയം, തിരൂര്, തിരൂരങ്ങാടി. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു തിരൂരങ്ങാടി. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കെ പി മാധവമേനോൻ, തൈക്കാട് അയ്യ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, പട്ടം താണുപിള്ള. ഇവരാരുമല്ല. ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ളയായിരുന്നു. തൃശൂർ വൈദ്യുതി സമരം നടന്ന വർഷം ഏത്? 1936, 1930, 1935, 1931. വൈദ്യുതി സമരം നടന്നത് 1936 ലോകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ, ഫിലിപ്പൈൻസ്, തായ്ലാന്റ്, മംഗോളിയ. ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ്. ലോക മലേറിയ ദിനം എന്ന്? ഏപ്രിൽ 25, മെയ് 10, നവംബർ 11, ജൂൺ 4. എന്നാണ് ലോക മലേറിയ ദിനം? ഏപ്രിൽ 25. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെടുന്നത് ആര്? കെ ജെ ജോസഫ്, ടി കെ എസ് മണി, കെ എം മണി, കെ സാമുവൽ. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെടുന്നത് ടി കെ എസ് മണിയാണ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ രാജാവ് ആര്? സ്വാതി തിരുനാൾ, ശ്രീ ചിത്തിര തിരുനാൾ, കേശവദാസ്, ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ രാജാവായിരുന്നു ആദിത്യവർമ്മ. ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, രാമാനുജൻ. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ എന്തെല്ലാം? കാലാവസ്ഥാ മാറ്റം, സസ്യവളർച്ച മുരടിക്കൽ, കൃഷിനാശം. ഇവയെല്ലാം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? കുറ്റ്യാടി, പള്ളിവാസൽ, ചെങ്കുളം, മാട്ടുപ്പെട്ടി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായിരുന്നു കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. ഹെമറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? രക്തം, ഗർഭാശയം, കണ്ണ്, വായ. എന്തിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഹെമറ്റോളജി?
രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം എന്ത്? കറുപ്പ്, നീല, വെളുപ്പ്, ചുവപ്പ്. ചന്ദ്രനിൽ ആകാശത്തിന്റെ നിറം കറുപ്പ് ആയിരിക്കും. ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ നാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് വേദിയായ നഗരം ഏത്? മുംബൈ, പൂനെ, ഭുവനേശ്വർ, പനാജി. വേദിയായ നഗരം മുംബൈ ആയിരുന്നു. പതാക ദിനമായി ആചരിക്കുന്നത് എന്ന്? മെയ് 13, ഡിസംബർ 7, ഒക്ടോബർ 2, ആഗസ്റ്റ് 6. എന്നാണ് പതാക ദിനമായി ആചരിക്കുന്നത്? ഡിസംബർ 7-നാണ്. തായ്ലാൻഡിന്റെ പഴയ പേരെന്ത്? സിയാം, സിലോൺ, സരൺ, സരയൂ. തായ്ലാൻഡിന്റെ പഴയ പേര് എന്തായിരുന്നു? സിയാം എന്നായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 12 അധ്യായങ്ങൾ, 18, 22 അധ്യായങ്ങൾ, 28. ഇന്ത്യൻ ഭരണഘടനയിൽ 22 അധ്യായങ്ങളാണ് ഉള്ളത്. കറിയുപ്പിന്റെ രാസനാമം എന്ത്? സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്. കറിയുപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് എന്നാണ്. ഒറീസയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? എൻ ചൗധരി, എച്ച് മുഹ്താബ്, ബീരൻ മിത്ര, ബിജു പട്നായിക്. ആദ്യത്തെ മുഖ്യമന്ത്രി എച്ച് മുഹ്താബ് ആയിരുന്നു. കേരളത്തിൽ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇടുക്കി, പാലക്കാട്, ആലപ്പുഴ, എറണാകുളം. കേരളത്തിൽ താപവൈദ്യുതി നിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കാലടി ഏത് നദിയുടെ തീരത്താണ്? പമ്പാ നദിയുടെ, പെരിയാർ നദിയുടെ, കൃഷ്ണ നദിയുടെ, ഗോദാവരി നദിയുടെ. കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയുടെ തീരത്താണ്. ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ മന്ദിരം ഏത്? ബുർജ് ഖലീഫ മന്ദിരം, ഈഫൽ ഗോപുരം, എംപയർ സ്റ്റേറ്റ് മന്ദിരം, ഗ്രാൻഡ് കനേൻ. ബുർജ് ഖലീഫ മന്ദിരമാണ്. ദേശീയ പതാകയുടെ മധ്യത്തിലെ ചക്രത്തിന്റെ ആരക്കാലുകളുടെ എണ്ണം എത്ര? 20, 22, 24, 30. 24 ആരക്കാലുകളാണ് ഉള്ളത്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത്? ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ. സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അറിയപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം അറിയപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. 2015 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആര്? രാജേന്ദ്ര സിംഗ്, സുന്ദർലാൽ, വന്ദന ശിവ, ക്രിസ്റ്റഡിയാൽ. രാജേന്ദ്ര സിംഗിനായിരുന്നു. ഇന്ത്യയിലെ പ്രധാന നാഷണൽ പാർക്കായ സുൽത്താൻപൂർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഹരിയാന, ഗുജറാത്ത്, ബീഹാർ, തമിഴ്നാട്. സുൽത്താൻപൂർ സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലാണ്. വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയ്ക്ക് പറയുന്ന പേരെന്ത്? നെഫ്രൈറ്റിസ്, യുറീമിയ, കാഡ്മിയം, ഹൈമറ്റിസ്. വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധയ്ക്ക് പറയുന്ന പേര് നൈഫ്രറ്റിക്സ് എന്നാണ്. എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ? ഇരുമ്പ്, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്. എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ? ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം.
എറിത്രോസൈറ്റ്സ് എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? അരുണരക്താണുക്കൾ, മുട്ടുചിരട്ട, ഉമിനീര് ഇവയൊന്നുമല്ല. അരുണരക്താണുക്കളുടെ ശാസ്ത്രീയ നാമമാണ്. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ, പ്ലാസ്മ, ലിംഫ്, മഞ്ഞ. ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പാണ് പ്ലീഹ. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശം ഏത്? നാഡീകോശം, പുംപിഞ്ചം, അണ്ഡം, ഫെനം. ഏറ്റവും കൂടുതൽ ജീവിത ദൈർഘ്യമുള്ള കോശമാണ് നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? സ്റ്റേപ്പിസ്, ഫീമർ, യൂട്രസ്, ഗ്ലൂട്ടിയസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചത് എവിടെ? കൊച്ചി, കൊൽക്കത്ത, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ പോർച്ചുഗീസ് സ്ഥാപിച്ചത് കൊച്ചിയിലായിരുന്നു. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് ഫ്രഞ്ചുകാർ, യൂറോപ്യന്മാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ശാസ്ത്രീയ കൃഷി സമ്പ്രദായം ആവിഷ്കരിച്ചത് പോർച്ചുഗീസുകാർ ആയിരുന്നു. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഏത്? മാനുവൽ കോട്ട, സെന്റ് ആഞ്ചലോസ് കോട്ട, പറങ്കിക്കോട്ട, ചെങ്കോട്ട. ആദ്യ കോട്ട മാനുവൽ കോട്ടയായിരുന്നു. ലക്ഷദ്വീപിലെ ഔദ്യോഗിക പക്ഷി ഏത്? പ്രാവ്, മൂങ്ങ, കഴുകൻ, സൂട്ടിട്ടേൺ. ലക്ഷദ്വീപിലെ ഔദ്യോഗിക പക്ഷി ഏത്? സൂട്ടിട്ടേൺ ആണ് ഔദ്യോഗിക പക്ഷി. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ആസ്ട്രസാറ്റ്, ആര്യഭട്ട, ഭാസ്കര, കൽപന. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ആസ്ട്രസാറ്റ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? വർഗീസ് കുര്യൻ, കെ ശിവൻ, സലിം അലി, രാജേന്ദ്ര സിംഗ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ, വോൾട്ടയർ, അർതർ വെല്ലസി, മോണ്ടസ്ക്യൂ. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. ടിൻ അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഛത്തീസ്ഗഡ്, മിസോറാം, ത്രിപുര, ഹരിയാന. ടിൻ അയിര് ലഭിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പർവ്വതനിര ഏത്? ഹിമാദ്രി, ഹിമാചൽ, പാമീർ, സിവാലിക്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഹിമാദ്രി. ചോളം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏത്? USA, വിയറ്റ്നാം, ബ്രസീല്, തായ്ലാന്റ്. ചോളം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് USA. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആര്? അരുന്ധതി റോയി, സോണിയ ഗാന്ധി, മേധ പട്കർ, സുന്ദർലാൽ ബഹുഗുണ. സുന്ദർലാൽ ബഹുഗുണയാണ്. കേരള പാണിനി എന്ന് വിളിക്കുന്നത് ആരെയാണ്? കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, മഹാകവി ഉള്ളൂർ, പ്രൊഫസർ N കൃഷ്ണപിള്ള. AR രാജരാജവർമ്മയാണ്. മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരം ആര്? MGR, NT രാമറാവു, ജയലളിത, കരുണാനിധി. മുഖ്യമന്ത്രിയായ ആദ്യ സിനിമാ താരമായിരുന്നു MGR. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്?
ക്ലെമന്റ് ആറ്റ്ലി, വിൻസൻ ചർച്ചിൽ, റൂസ്വെൽറ്റ്, മൗണ്ട് ബാറ്റൺ. ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ദി ഒബ്സർവർ ഏത് രാജ്യത്തിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രമാണ്? ലണ്ടൻ, അമേരിക്ക, ജപ്പാൻ, പാകിസ്ഥാൻ. ദി ഒബ്സർവർ ലണ്ടന്റെ പ്രസിദ്ധീകരണമാണ്. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തൃശ്ശൂര്, തലശ്ശേരി, കോഴിക്കോട്, മഞ്ചേരി. ആദ്യം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിലായിരുന്നു. ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? കേരളം, ത്രിപുര, മിസോറാം, ജാർഖണ്ഡ്. ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമായിരുന്നു. ശാസ്താംകോട്ട ശുദ്ധജല തടാകം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം. ശാസ്താംകോട്ട ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? സർദാർ എൻ പണിക്കർ, പുത്തേഴുത്ത് രാമൻ മേനോൻ, NP ചെല്ലപ്പൻ നായർ, AR നായർ. പുത്തേഴുത്ത് രാമൻ മേനോനായിരുന്നു. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്ര? 50%, 45%, 35%, 25%. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് 25%. ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യമേത്? റാഫിയ, അഗേഷ്, ചൈനീസ് വിസ്റ്റോറിയ, സൂര്യകാന്തി. ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന സസ്യമാണ് ചൈനീസ് വിസ്റ്റോരിയ. ഫെറസ് സൾഫേറ്റ് കൊണ്ട് നിർമ്മിക്കുന്ന ഒരു നിത്യോപയോഗ വസ്തു ഏത്? മഷി, സോപ്പ്, വളം, കുമ്മായം. മഷിയാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞൻ? JC ബോസ്, ജൂലി വാർഡ്, ലെനിൻ പോൾ, ജേക്കബ് നൂർ. JC ബോസ് ആണ്. സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോൺ ഏത്? ആക്സിൻ, എഥിലീൻ, ഫ്ലോറിജൻ, സൈറ്റോകെനിക്സ്. സസ്യവളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് ആക്സിൻ. ഹരിതകമുള്ള വേരുള്ള സസ്യം ഏത്? മുള, ചെമ്പകം, അമൃതവള്ളി, വെറ്റില. ഹരിതകമുള്ള വേരുള്ള സസ്യമേത്? അമൃതവള്ളിയാണ്. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? 14, 24, 33, 44. മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33 ആണ്. പക്ഷികളിലെ പോലീസ് എന്ന് വിശേഷ നാമമുള്ള പക്ഷി ഏത്? കാക്ക, ഉപ്പൻ, പ്രാവ്, പൊന്മാൻ. പക്ഷികളിലെ പോലീസ് എന്ന് വിശേഷ നാമമുള്ള പക്ഷിയാണ് കാക്ക. ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷി ഏത്? പെൻഗ്വിൻ, റോബിൻ, യമു, കുക്കാമ്പുറ. ആഴത്തിൽ നീന്താൻ കഴിവുള്ള പക്ഷിയാണ് പെൻഗ്വിൻ. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം എത്ര? 5 അടി, 7 അടി, 10 അടി, 15 മുതൽ 20 അടി. മനുഷ്യ ശരീരത്തിലെ ചെറുകുടലിന്റെ നീളം 15 മുതൽ 20 അടി വരെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത്? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, O ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കാണപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം വനിതാ ഭരണാധികാരി ആര്? റസിയ സുൽത്താന, റന ഫാത്തിമ, ഫാത്തിമ ബീവി, സഹദിയ സുൽത്താന.
റസിയ സുൽത്താനയായിരുന്നു. ISROയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന നഗരം ഏത്? അഹമ്മദാബാദ്, വഡോദര, അലാങ്, അലഹബാദ്. സ്ഥിതി ചെയ്യുന്ന നഗരം അഹമ്മദാബാദാണ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് എത്ര? 25%, 45%, 55%, 90%. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്ര ദിവസമാണ്? 100 ദിവസം, 110 ദിവസം, 120 ദിവസം, 160 ദിവസം. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസമാണ്. സലിം ചിസ്തിരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫത്തേപൂർ സിക്രി, മീററ്റ്, സാരാനാഥ്, കുശിനഗർ. സലിം ചിസ്തിരിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഫത്തേപൂർ സിക്രിയിലാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? ഗംഗ, കൃഷ്ണ, കാവേരി, ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരിയാണ്. കഥകളിയുടെ ആദ്യകാല രൂപം ഏത്? രാമനാട്ടം, തിരനോട്ടം, കേളികൊട്ട്, ധനാശി. കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം. കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ മലയാളി വനിതയാര്? അഞ്ജു ബോബി ജോർജ്, ബീന മോൾ, ബബിത, വി സന്ധ്യ. അഞ്ജു ബോബി ജോർജ് ആണ്. ലളിതാംബിക അന്തർജനത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? അഗ്നിസാക്ഷി, അമ്പലമണി, ആരാച്ചാർ, അടയാളങ്ങൾ. അവാർഡ് നേടിക്കൊടുത്ത കൃതി അഗ്നിസാക്ഷികളായിരുന്നു. കശുമാവിന്റെ ജന്മദേശം എവിടെ? ഇന്ത്യ, ചൈന, ബ്രസീൽ, മലേഷ്യ. കശുമാവിന്റെ ജന്മദേശം എവിടെ? ബ്രസീലിൽ ആണ്. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്ന്? 2004, 2009, 2015, 2017. അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് 2015-നാണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? സൂര്യൻ, തന്മാത്ര, വാതകം, നക്ഷത്രങ്ങൾ. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളെയാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏത്? ഒഡീസി, കഥക്, കൂടിയാട്ടം, മോഹിനിയാട്ടം. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഒഡീസി. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യപ്പെടുന്ന നിറം ഏത്? കറുപ്പ്, വെളുപ്പ്, നീല, ഓറഞ്ച്. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യപ്പെടുന്ന നിറമാണ് കറുപ്പ് നിറം. ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഇന്ദ്രാവതി, മഹാനദി, കാവേരി, ചമ്പൽ. ചിത്രക്കോട്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ഇന്ദ്രാവതി. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏത്? 1976, 1977, 1980, 1982. 1976-കളിലായിരുന്നു. ദേവദാരു ഏതു രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ജപ്പാൻ. ദേവദാരു ഏതു രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ്? പാകിസ്ഥാന്റെ ദേശീയ വൃക്ഷമാണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആര്? പ്രഫുല്ല ചന്ദ്ര റോയി, നന്ദലാൽ ബോസ്, SR രംഗനാഥ്, പ്രിൻസെപ്സ്. പ്രഫുല്ല ചന്ദ്ര റോയി ആയിരുന്നു.
ഛത്തീസ്ഗഡിലെ ഭിലായ് ഉരുക്ക് നിർമ്മാണശാലയുടെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം ഏത്? റഷ്യ, ചൈന, റോം, ഈജിപ്ത്. റഷ്യയായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ സംവിധാനം നിലവിൽ വന്ന നഗരമേത്? അലഹബാദ്, ആഗ്ര, മുംബൈ, മധുര. നിലവിൽ വന്ന നഗരം അലഹബാദ് ആയിരുന്നു. ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകം ഏത്? ഉമിയാം തടാകം, രുദ്രസാഗർ തടാകം, ഹുസൈൻ സാഗർ, നിസാം സാഗർ. ബാരാപാനി എന്നറിയപ്പെടുന്ന തടാകമാണ് ഉമിയാം തടാകം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വീർത്തുവരുന്ന സ്ത്രീഭാഗം G-spot ആണ് ശരിയായ ഉത്തരം.